തിരുവല്ല CPMലെ വിഭാഗീയതയിൽ കടുത്ത നടപടി. തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി KK കൊച്ചുമോനെ മാറ്റി. താൽക്കാലിക ചുമതല ഏരിയ കമ്മിറ്റി അംഗം ജിനോ മാത്യുവിന്. പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, CPM സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറി പല ഭാഗങ്ങളിലും രൂക്ഷമായി തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നേതൃമാറ്റം അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു ശാശ്വത പരിഹാരമായി കാണാൻ സാധിക്കുമോ? ഇനിയും അവിടെ തർക്കമുണ്ടാകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ദേവിക, തിരുവല്ല CPMലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ഉച്ചയോട് കൂടി ചേർന്നിരുന്നു. ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രവർത്തന റിപ്പോർട്ട് CPM തിരുവല്ലയിൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ പ്രവർത്തന റിപ്പോർട്ട് പുറത്തു വന്നതിലാണ് കടുത്ത നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോക്കൽ സെക്രട്ടറി KK കൊച്ചുമോനെ ഈ തൽസ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് പകരം ചുമതല തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ജിനോ മാത്യുവിനാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും തിരുവല്ലയിൽ 2 വിഭാഗങ്ങളിലായിട്ടാണ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്നും കൃത്യമായിട്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട CPMന്റെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി തിരുവല്ലയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വരെ പ്രവർത്തിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. പ്രവർത്തന റിപ്പോർട്ട് പുറത്തുപോയതുമായി ബന്ധപ്പെട്ടാണ് കടുത്ത നടപടികളിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നത്. ഈ ഒരു തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുക്കുകയും പിന്നീട് ഈ തീരുമാനം ഇവിടെ ഇന്ന് വിളിച്ചു വരുത്തിയിരുന്ന തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും ഒപ്പം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും അറിയിച്ചിട്ടുണ്ട്. തിരുവല്ല ഏരിയ കമ്മിറ്റിയിലെയും ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെയും ഇന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് വിളിച്ചു ചേർത്തിരുന്നു. ഒരു സമവായ ശ്രമമായിരുന്നു, അവിടെ തുടരുന്ന വിഭാഗീയതയ്ക്ക് ഒരു സമവായ ശ്രമമായിരുന്നു ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്ദേശിച്ചിരുന്നത്. ഒരു തീരുമാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 9-ാം തീയതി ലോക്കൽ കമ്മിറ്റി യോഗം വീണ്ടും ചേരും. ഈ ലോക്കൽ കമ്മിറ്റിയിൽ പുതിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ലോക്കൽ സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും. അതുവരെയും ചുമതല ലോക്കൽ സെക്രട്ടറിയുടെ ചുമതല ജിനോ മാത്യുവിനായിരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഫ്രാൻസിസ് ആന്റണിക്കെതിരെ കടുത്ത നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. സംഘടനയിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളതാണ് ഫ്രാൻസിസ് ആന്റണിക്കെതിരെ എടുത്തിരിക്കുന്ന നടപടിക്കുള്ള കാരണവും. എന്തായാലും ഡിസംബർ 9-ാം തീയതി പുതിയ ലോക്കൽ കമ്മിറ്റി ചേരുന്നുണ്ട്. പുതിയ ലോക്കൽ കമ്മിറ്റിയിൽ പുതിയ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ഒപ്പം തന്നെ സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും. ശരി.